ജോഷ്ല ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ജോഷ്ല, ഇപ്പോഴെന്താണ് മന്ത്രി വീണ്ടും അവിടെ കുടുംബത്തോടൊപ്പം സംസാരിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം വീട്ടുകാരുടെ പരാതികൾ കേൾക്കുന്നു, അവരുടെ പരിഭവങ്ങൾ, അവരുടെ സങ്കടങ്ങളൊക്കെ കേൾക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ രീതിയിൽ ആ കുടുംബം ഏറ്റവും നല്ല രീതിയിൽ മന്ത്രിയോടും ഒപ്പം ഒക്കെ സഹകരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ കുടുംബം പോലും കാണിക്കാത്ത പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ആ കുടുംബത്തിനില്ലാത്ത പ്രശ്നമായിരുന്നു പുറത്ത് ഒരു സംഘം ആളുകൾ, അവർ കോൺഗ്രസിൻ്റെയും SDP-യുടെയും പ്രാദേശിക പ്രവർത്തകരാണെന്നാണ് അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ കാണിച്ചത്. ഏതായാലും അദ്ദേഹം കാര്യങ്ങളൊക്കെ കേട്ടു, അവരുടെ സങ്കടത്തിൽ പങ്കുചേർന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ഏതായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഒരുപക്ഷെ പുറത്തേക്ക് വരുമ്പോൾ പ്രതികരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏതായാലും വലിയ ഒരു സംഘം ആളുകളുടെ വലിയൊരു പ്രതിഷേധ നാടകം നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. അതിനെ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം നേരത്തെ മന്ത്രി എത്തുന്നതിന് മുൻപ് മന്ത്രി വരുന്ന വിവരം അറിഞ്ഞപ്പോൾ നമ്മളോട് എല്ലാവരും അവർ സംസാരിച്ചതാണ്. അന്നേരം അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്, ആ പ്രതിഷേധം അറിയിക്കും, പക്ഷേ അതൊരിക്കലും ഈ രീതിയിലൊരു അക്രമപരമായ സമരത്തിലേക്ക് പോകില്ല, ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുക മാത്രമാണ് ചെയ്യുക എന്നവർ വ്യക്തമാക്കിയതാണ്. പക്ഷേ മന്ത്രി എത്തിയതോടെ അതെല്ലാം മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവർ വാക്കുമാറ്റുകയും മന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് വരികയും വളരെ ശക്തമായ രീതിയിൽ അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. പിന്നീട് അത് കുറേ പ്രതിഷേധ സമരങ്ങൾ, അല്ലെങ്കിൽ ഒരു പ്രതിഷേധം എന്ന നിലയിലേക്ക് അത് വളർന്നു, ശക്തമായ പ്രതിഷേധം എന്ന നിലയിലേക്ക് അത് വളർന്നു. പക്ഷേ ഏറ്റവും സംയമനം പാലിച്ചുകൊണ്ട് തന്നെ പോലീസ് ആ സമരത്തെ നേരിട്ടു, അല്ലെങ്കിൽ ആ പ്രതിഷേധത്തെ നേരിട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരേ സമയം മന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ബാധ്യത പോലീസിനുണ്ട്, ഈ സമരക്കാരെ തടയേണ്ട ബാധ്യതയുമുണ്ട്. പക്ഷേ അവിടെ ഒരു പ്രകോപനം ഉണ്ടാക്കാതെ നോക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു പോലീസിൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നത്. കാരണം അത്തരത്തിലുള്ള സാഹചര്യമായിരുന്നല്ലോ ആ പ്രദേശത്തുള്ളത്. അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ പോലീസിന് അത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞുവെന്നത് ആ സമയത്ത് ഒരു മികവായി നമുക്ക് പറയേണ്ടി വരും. ഇനിയിപ്പോൾ സ്വാഭാവികമായും മന്ത്രി തിരിച്ചു പോകുമ്പോൾ ഇതേ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമോ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നത്. കാരണം ഈ പ്രതിഷേധിച്ച ആ ആളുകളൊക്കെ പലയിടങ്ങളിലും ഇപ്പോഴും കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ജോഷ്ല, മന്ത്രി ഇപ്പോഴും രാധയുടെ വീട്ടിൽ തുടരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ കുടുംബത്തിൻ്റെ സങ്കടത്തിൽ പങ്കുചേർന്നുകൊണ്ട്, അവരുടെ സങ്കടങ്ങൾ കേട്ടുകൊണ്ട്, വാക്കുകൾ കേട്ടുകൊണ്ട് അവരോടൊപ്പം നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇനി തിരികെ പോകുമ്പോഴും ഈ പ്രതിഷേധക്കാർ പിരിഞ്ഞു പോയിട്ടുണ്ടോ, അതോ അവർ ഇപ്പോഴും പലയിടങ്ങളിലായി കൂടി നിൽക്കുകയാണോ? പ്രതിഷേധക്കാർ ഇപ്പോഴും പലയിടങ്ങളിലായി ഇവിടെ കൂടി നിൽക്കുന്നുണ്ട് മനു. അതേസമയം തന്നെ പോലീസ് തികഞ്ഞ സംയമനം പാലിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടന്ന സംഘർഷാവസ്ഥ, ഇവിടെ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ആളുകൾ കൂട്ടം കൂടി സംഘർഷത്തിലേക്ക് പോകുന്ന അവസ്ഥ, അക്രമാസക്തമായ രീതിയിൽ ബേസ് ക്യാമ്പിൽ പോലും കയറുന്ന അവസ്ഥയുണ്ടായി. എന്നിട്ട് പോലും വളരെയധികം സംയമനത്തോടു കൂടിയാണ് പോലീസ് ആ അവസ്ഥയൊക്കെ തന്നെ, ആ ഒരു സാഹചര്യത്തെയൊക്കെ തന്നെ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടേക്ക് മന്ത്രി വരുന്ന സമയത്ത് പോലും ഉണ്ടായ സംഘർഷ അവസ്ഥ, അതൊക്കെ തന്നെ കൈകാര്യം ചെയ്യാൻ സാധിച്ചു. ഇതുവരെ പോലീസ് വളരെ സംയമനത്തോടു കൂടി തന്നെയാണ് സിറ്റുവേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന, അതായത് സാഹചര്യ കൈകാര്യം ചെയ്യുന്ന വിധം വളരെ കൃത്യമായി അത് കൈകാര്യം ചെയ്യാൻ പോലീസിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അത് അഭിമാനാർഹമായ ഒരു കാര്യം കൂടിയാണ്. അല്ലെങ്കിൽ കർഫ്യൂ പ്രഖ്യാപിച്ച ഒരു സ്ഥലത്ത് ഇത്രയധികം ആളുകൾ സംഘർഷാവസ്ഥയിലേക്ക് പോകുമ്പോൾ പോലീസിന് അതിനെ ഏത് രീതിയിലും നേരിടാമായിരുന്നു. എന്നാൽ നാം ഇതുവരെ കണ്ട രീതിയിലല്ല, വളരെ സംയമനപൂർവ്വം ഈ ഒരു കാര്യങ്ങളെ നേരിടുന്ന ഒരു പോലീസിനെ നമുക്ക് കാണാൻ സാധിച്ചു. മുൻ കാലങ്ങളിലൊന്നും തന്നെ ഉള്ള ഒരു രീതിയിലേക്കല്ല പോലീസ് പോയത്. എല്ലാ സാഹചര്യങ്ങളെയും, അതായത് ഒരു സ്ത്രീ കൊല്ലപ്പെട്ട സാഹചര്യമാണ്, ആ ഒരു വൈകാരികത മാത്രമല്ല ജനങ്ങളെ ആകെ ബാധിക്കുന്ന പ്രശ്നമാണ്. കടുവ കാട്ടിൽ നിന്നും ഇറങ്ങി വന്ന സാഹചര്യമാണ്, നരഭോജി കടുവയാണെന്നുള്ള കാര്യം വ്യക്തമാണ്. ആ സമയത്തൊക്കെ തന്നെ ആളുകൾക്കുണ്ടാകുന്ന ആശങ്ക, അത് കൃത്യമായും കണക്കിലെടുക്കാൻ പോലീസിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അവരുടെ ഒരു ആശങ്കയും ഭയാശങ്കകൾക്കിടയിലുണ്ടാകുന്ന ഒരു മാനസിക പിരിമുറുക്കത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന സമര സാധ്യതകളെക്കുറിച്ചും ഒക്കെ തന്നെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്, അത് കണ്ടറിയാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് ഈ സമരം ഒക്കെ തന്നെ മറ്റൊരു രീതിയിലേക്ക് പോകുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇത് ആദ്യം നാട്ടുകാരിൽ ചിലർ അവരുടെ ആശങ്കകളുമായി വന്ന് ഉണ്ടാക്കിയ സമരമാണെങ്കിൽ പിന്നീട് അത് മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളടക്കം അതിനെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറി. SDP-I ആയാലും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളായാലും അതിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനെ ഒരു രാഷ്ട്രീയ സമരത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമാക്കി മാറ്റുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ആ ഒരു രീതി പോലും മാനേജ് ചെയ്യാൻ, അന്ന് സംഘർഷാവസ്ഥ മറ്റൊരു രീതിയിലേക്ക് പോകാതിരിക്കാൻ ഒക്കെ പോലീസിനെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. പിന്നീട് നടന്ന സർവകക്ഷി യോഗത്തിൽ ഇത്തരത്തിൽ കർഫ്യൂ സമയത്ത് പോലും ഇടപെട്ട, കൂട്ടം കൂടി നിന്ന് അക്രമാസക്തമായ രീതിയിലേക്ക് പോയവർക്കെതിരെയുള്ള കേസുകൾ പോലും ഇല്ലാതെ അതൊരു സമന്വയത്തിന്റെ പാതയിൽ അത് തീർക്കാൻ സാധിച്ചു
സാധിച്ചു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അതിലൊക്കെ തന്നെ നാട്ടുകാർ സംതൃപ്തരായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലുക, ആ സ്പോട്ടിൽ തന്നെ കണ്ട സ്പോട്ടിൽ തന്നെ ആദ്യം ഇവർ ഉന്നയിച്ചിരുന്നത്. ആ ഒരു മന്ത്രി പുറത്തേക്ക് വരികയാണ്, പുറത്തേക്ക് ഇറങ്ങുകയാണ്. മന്ത്രി ഇത്രയും സമയം കുടുംബത്തോടൊപ്പം തിരിച്ചിറങ്ങുകയാണ്. അത്രയും സമയം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ മന്ത്രിക്ക് സാധിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല കുടുംബം അത്രയേറെ നല്ല സഹകരണമാണ് മന്ത്രിയോട് നടത്തിയിട്ടുള്ളത്. അവർ ഇത്രയും സമയം സംസാരിച്ചു. മന്ത്രി ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. മന്ത്രി എ കെ ശശീന്ദ്രൻ ഇപ്പോൾ പുറത്തേക്ക് വരുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട് സന്ദർശിച്ചതിന് ശേഷം കുടുംബാംഗങ്ങളോട് സംസാരിച്ചതിന് ശേഷം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മന്ത്രി ഇപ്പോൾ വാഹനത്തിന് അരികിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ നേരത്തെ നമ്മൾ കണ്ടതാണ് ഒരു വിഭാഗം ആളുകൾ വലിയ പ്രതിഷേധം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ പ്രതിഷേധത്തെ മറികടന്നുകൊണ്ടാണ് അദ്ദേഹം ആ വീട്ടിലെത്തുകയും ആ കുടുംബത്തിനോടൊപ്പം സംസാരിച്ച് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തത്. CPIM ജില്ലാ സെക്രട്ടറി റഫീഖ് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ CK ശശീന്ദ്രൻ അടക്കമുള്ള മുതിർന്ന CPIM നേതാക്കളൊക്കെ. മന്ത്രി വാഹനത്തിൽ കയറിയിരിക്കുന്നു. വാഹനം പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാ സുരക്ഷയോടും കൂടിയാണ് മന്ത്രി വാഹനത്തിൽ കയറിയിരിക്കുന്നത്. എല്ലാ സുരക്ഷയോടും കൂടി പോലീസ് ഒരുക്കിയ സുരക്ഷയിൽ തന്നെയാണ് മന്ത്രി ഇപ്പോൾ വാഹനത്തിൽ കയറിയിരിക്കുന്നത്. മന്ത്രിയുടെ വാഹനം രാധയുടെ വീട്ടിൽ നിന്നും പുറപ്പെടുകയാണ്. ഈ സ്വാഭാവികമായി നേരത്തെ വന്ന വഴിയിലൂടെ തന്നെയാണല്ലോ തിരികെ പോകുന്നത്. അപ്പോൾ ആ വഴിയൊക്കെ ആ പ്രതിഷേധിച്ച ആളുകളെ ക്ലിയർ ചെയ്ത് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ പോലീസിന്? മന്ത്രി എ കെ ശശീന്ദ്രൻ മന്ത്രിയുടെ വാഹനം പുറത്തേക്ക് പോവുകയാണ്. അവിടെ നേരത്തെ പറഞ്ഞോളൂ ജോഷ്ല പറഞ്ഞോളൂ, കേൾക്കാം. അവിടെ നേരത്തെ ഉണ്ടായിരുന്നവർ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. എന്നാൽ പോലും കൃത്യമായി അവരെ മാറ്റി മന്ത്രിയുടെ വാഹനം പുറത്തേക്ക് പോയിരിക്കുന്നു. ഗസ്റ്റ് ഹൗസിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ അതിന് മുൻപ് തന്നെ ജയസൂര്യയെ കാണും എന്നുള്ള ഒരു വിവരം കൂടി ലഭിച്ചിരുന്നു. ഇവിടെ നിന്നും റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ബേസ് ക്യാമ്പിലേക്ക് അതിനിടയിൽ ബേസ് ക്യാമ്പിലേക്ക് പോകും എന്നുള്ള ഒരു, അതായത് പ്രിയദർശിനി എസ്റ്റേറ്റിലെ ബേസ് ക്യാമ്പിലേക്ക് പോകും എന്നുള്ള ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. എന്തായാലും മന്ത്രിയുടെ വാഹനം ഇപ്പോൾ റോഡിലാണുള്ളത്. റോഡിലെത്തിക്കഴിഞ്ഞു. വീണ്ടും പഴയൊരു സാഹചര്യം ഉണ്ടാവുകയാണോ? ബേസ് ക്യാമ്പിലേക്ക് പോവുകയാണ്. എന്തായാലും ഈ സ്ഥലത്തു നിന്നും അല്പം മീറ്ററുകൾ കൂടി മുന്നോട്ട് പോയാൽ അത്തരത്തിലൊരു സാഹചര്യം ഒഴിവാകും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പോലീസ് കൃത്യമായ ഇടപെടലുകൾ നടത്തിയിരിക്കുന്നു. മന്ത്രിയുടെ വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടായ ഒരു പ്രതിഷേധത്തിന്റെ സാഹചര്യം അങ്ങോട്ട് പോയപ്പോൾ ഒഴിവാക്കാൻ പറ്റിയല്ലേ? തീർച്ചയായും മന്ത്രിയുടെ വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് ഒരു സംഘർഷാവസ്ഥയിൽ നിന്നും കടന്നു കഴിഞ്ഞു മനു. തീർച്ചയായും എന്തായാലും ജോഷ്ല, നമുക്കിപ്പോൾ അവിടെ നിൽക്കുന്ന ആളുകളെ നമുക്ക് ദൃശ്യങ്ങളിൽ എന്തായാലും കൃത്യമായി പറഞ്ഞോളൂ കാണാൻ സാധിക്കും. ഇപ്പോൾ മറ്റുള്ള ആളുകൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ സമരത്തിനിറങ്ങിയ സംഘർഷാവസ്ഥ ഉണ്ടാക്കിയ ആളുകൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചുള്ളത്. എന്തായാലും ബേസ് ക്യാമ്പിനുള്ളിലേക്ക് ആർക്കും പ്രവേശനം ഉണ്ടാവില്ല. കാരണം നേരത്തെ തന്നെ രാവിലെ മുതൽ തന്നെ അവിടെ നിന്ന് മാധ്യമപ്രവർത്തകരോടടക്കം വളരെ റെസ്ട്രിക്ഷനുള്ള സ്ഥലമാണത്. അവിടേക്ക് ഇവരെ ആരെയും കയറ്റിവിടാനുള്ള സാധ്യത ഇന്ന് ഇല്ല. പുറത്ത് തന്നെ ഗേറ്റ് പുറത്ത് തന്നെ ആ രീതിയിലേക്ക് മാറിയിരുന്ന സാഹചര്യം എന്നുള്ളതാണ് മനു. അപ്പോൾ ഇനി നേരെ മന്ത്രി ഒരു പക്ഷേ ബേസ് ക്യാമ്പിലേക്ക്, അതല്ലെങ്കിൽ ജയസൂര്യയെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് അല്ലേ? ബേസ് ക്യാമ്പിലേക്കാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ബേസ് ക്യാമ്പിൽ എത്തി കാര്യങ്ങൾ വിശകലനം ചെയ്യും. മറ്റ് ഇതുവരെ ഉണ്ടായിരുന്ന ഇന്നലെ ഒക്കെ സംഘർഷം നടന്നിരുന്ന സ്ഥലം കൂടിയാണ് അത് എന്നുള്ളതാണ്. എന്തായാലും മന്ത്രി ബേസ് ക്യാമ്പിൽ എത്തും. നേരെ അവിടേക്കാണ് പോയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ മനു.
ഏതായാലും തിരിച്ചുപോയപ്പോൾ ഒരു സംഘർഷത്തിന് സാധ്യത ഒഴിവാക്കാൻ പറ്റിയെന്നത് ഏറെ ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. കാരണം ഒരു മരണവീടിൻ്റെ മുൻപിലാണ് നേരത്തെ ഈ വലിയ സംഘർഷം നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ രീതിയിലൊരു സംഘർഷത്തിൻ്റെ സാധ്യതകൾ മന്ത്രി എത്തുന്ന വിവരം അറിഞ്ഞ സമയത്ത് പോലും ഉണ്ടായിരുന്നില്ല. വളരെ വേഗത്തിൽ അത്തരത്തിലൊരു സംഘർഷം രൂപപ്പെടുകയായിരുന്നു. ആ സംഘർഷത്തിന് മുന്നിൽ നിന്നത് കോൺഗ്രസ് SDPI പ്രവർത്തകരാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാതെ മാറി നിന്ന ഒരുപാട് ആളുകൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അതാ നാട്ടുകാർ രാധയുടെ വീടിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശത്തുള്ള ആളുകളൊക്കെയായിരുന്നു. എന്നാൽ മറ്റൊരു വിഭാഗം വലിയ തോതിൽ സംഘർഷം ഉണ്ടാക്കുകയും മന്ത്രിയുടെ വാഹനം തടയുകയും അവിടെ ആ രീതിയിൽ പ്രശ്നമുണ്ടാക്കുകയും ചെയ്തു. പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് മന്ത്രി രാധയുടെ വീട്ടിലെത്തുകയും അവരുടെ കുടുംബാംഗങ്ങളോട് സംസാരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്തു എന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. മുതിർന്ന CPIM നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. CPIM ജില്ലാ സെക്രട്ടറി ഒക്കെ ആ വീട്ടിലുണ്ടായിരുന്നു. അവർ അവിടെ സംസാരിച്ചു. അതിനുശേഷം തിരികെ ഇറങ്ങി. മന്ത്രി ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോയിരിക്കുന്നു എന്നതാണ്. ഒരുപക്ഷേ ബേസ് ക്യാമ്പിലേക്കാണ് പോകാനുള്ള സാധ്യത എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഒരുപക്ഷേ ആശുപത്രിയിൽ കഴിയുന്ന വനംവകുപ്പ് ജീവനക്കാരനായ RRT സംഘത്തിൻ്റെ അംഗമായ ജയസൂര്യയെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കുന്നു. കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഉദ്യോഗസ്ഥൻ. ഏതായാലും ഇപ്പോൾ അവിടുത്തെ സംഘർഷ സാധ്യതകളൊക്കെ ഒഴിവായിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജയസൂര്യയെ കാണാൻ പോകുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. എന്തായാലും ബേസ് ക്യാമ്പിലേക്ക് ഇപ്പോൾ മന്ത്രി പോയിരിക്കുന്നു എന്നുള്ളത് കൃത്യമായ വിവരം തന്നെയാണ്. മനു, ബേസ് ക്യാമ്പിലേക്ക് തന്നെയാണ് മന്ത്രി പോയിരിക്കുന്നത്. അതിനുശേഷം ജയസൂര്യയെ കാണാനായി ആശുപത്രി സന്ദർശിക്കും എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. എന്തായാലും മന്ത്രി ഇന്നെത്തി കൃത്യമായ എല്ലാ കാര്യങ്ങളും നടത്തി എന്നുള്ളത് തന്നെ വലിയ ഒരു കാര്യമാണ്. സർവകക്ഷി നേരത്തെ നടന്ന യോഗം അതിൽ എല്ലാ തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. കടുവയെ എങ്ങനെ പിടികൂടാം എന്നുള്ള കാര്യത്തിൽ കൂടുതൽ സേനയെ വിന്യസിക്കാനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇത് കടുവയെ പിടികൂടാനും അല്ലെങ്കിൽ ഉടനെ വെടിവെച്ച് കൊല്ലാനുമുള്ള തീരുമാനങ്ങൾ ഇതിലൊക്കെ തന്നെ കൃത്യമായ തീരുമാനം എടുത്തുകൊണ്ടുള്ള അവലോകന യോഗം അടക്കം രാവിലെ നടത്തി കഴിഞ്ഞതാണ്. അതിനുശേഷം രാധയുടെ വീട് സന്ദർശിച്ചു. ഇനി ജയസൂര്യയുടെ ആക്രമിക്കപ്പെട്ട അതായത് നേരത്തെ കടുവ ആക്രമിച്ച ജയസൂര്യയെ കാണാൻ വേണ്ടി പോകും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിനിടയിലാണ് ചിലർ സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്, പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ഈ ബേസ് ക്യാമ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ? മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമുണ്ടോ? എന്താ സ്ഥിതി? മാധ്യമപ്രവർത്തകർക്ക് രാവിലെ വരെ പ്രവേശനം ഉണ്ടായിരുന്നു. ഇപ്പോൾ മന്ത്രി വരുന്ന ഒരു സാഹചര്യത്തിൽ നാട്ടുകാരെ കടത്തിവിടാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് അവിടെ ഏത് രീതിയിലുള്ള ക്രമീകരണമാണ് നടത്തിയത് എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. കാരണം മന്ത്രി ചിലപ്പോൾ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്താനാണ് തീരുമാനമെങ്കിൽ അതിലേക്ക് കടത്തിവിടാനുള്ള സാധ്യതയുണ്ടാവില്ല. മന്ത്രി ചിലപ്പോൾ അതിനുശേഷം മാധ്യമങ്ങളെ കാണുമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ന് രാധയുടെ വീട് സന്ദർശിച്ച ശേഷം മന്ത്രിയെ മാധ്യമങ്ങൾ ആ ഒരു പോലീസ് സുരക്ഷയിൽ വാഹനത്തിനിടയിൽ കയറുന്നതിനിടയ്ക്ക് മാധ്യമങ്ങൾ കാണാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് വാഹനത്തിൽ കയറിയത്. എന്തായാലും നേരത്തെ അദ്ദേഹം പലതവണ മാധ്യമങ്ങൾ അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹം കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇതിനു ശേഷം ഒരു പക്ഷേ മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അവിടെ എത്തിയതിനു ശേഷം ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് നേരെ ജയസൂര്യയെ കാണാൻ പോകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത. ഈ തടിച്ചുകൂടിയവരെല്ലാവരും പിരിഞ്ഞു പോയോ? ഇപ്പോൾ അവിടെ ശാന്തമായോ? ഇപ്പോൾ ആ പ്രദേശം അവിടെ ശാന്തമാണ്. തടിച്ചുകൂടിയവരൊക്കെ തന്നെ പല ഭാഗങ്ങളിലായി പോയിരിക്കുകയാണ്. ഇതിൽ ചിലർ ബേസ് ക്യാമ്പിൽ എത്തുമോ എന്നുള്ള ഒരു സംശയം ബാക്കി നിൽക്കുന്നുണ്ട്. കാരണം ചിലർ വാഹനത്തിൽ അപ്പോൾ തന്നെ കയറി പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. മനു, ഏതായാലും ഇപ്പോൾ നിലവിൽ അവിടെ പ്രശ്നം എല്ലാം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. കാരണം കുറേ ആളുകൾ അവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കാൻ നോക്കി. പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് പ്രതിഷേധമുണ്ടായിരുന്നു. അതൊരു വിഭാഗം ആളുകളാണ്, കോൺഗ്രസും SDPIയും. കാരണം നമുക്കറിയാം ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ടാവുന്നത് സാധാരണമാണ്. സർക്കാർ അതിനുള്ള നടപടികൾ, ആ പ്രശ്നത്തെ, അവരുടെ സങ്കടങ്ങളെ, അവരുടെ ആ ഒരു പ്രതിഷേധത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെയാണ് സർക്കാർ സംവിധാനങ്ങൾ ഇന്നലെ മുതൽ സംസാരിച്ചത്. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നടപടികൾ എടുത്തത്. സർവകക്ഷി യോഗം ചേരുന്നു, ചർച്ചകൾ നടത്തുന്നു. അതിനുശേഷം സർവകക്ഷി യോഗത്തിൻ്റെ തീരുമാനങ്ങൾ അനുസരിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്തതാണ്. പക്ഷേ വളരെ വേഗത്തിൽ മനുഷ്യരുടെ ആ വൈകാരികപരമായ അവസ്ഥയെ മുതലെടുത്തുകൊണ്ട് രാഷ്ട്രീയപരമായ ചില നീക്കങ്ങളാണ് ഇന്ന് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. മന്ത്രി എത്തുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ ഒരു പ്രതിഷേധം സൃഷ്ടിച്ചാൽ അതൊരു വലിയ സാധ്യത അതിലുണ്ട് എന്ന് ചിലർ മനസ്സിലാക്കുന്നു. വളരെ വേഗത്തിൽ അതൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. SDPIയുടെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകരാണ് ആ രീതിയിൽ ആളുകളെ ഇളക്കിവിടാൻ മുന്നിൽ നിന്നത്. പക്ഷേ എങ്കിൽ പോലും വലിയ വിഭാഗം ആളുകൾ അതിൽ പങ്കെടുക്കാൻ മടിച്ചു നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. കുറേയൊക്കെ ആളുകൾ നിർബന്ധിച്ച് അതിലേക്ക് ഇറക്കുന്നത് നമ്മൾ ആ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഏതായാലും
ആ പ്രതിഷേധം അങ്ങനെ നടന്നു. പക്ഷേ മന്ത്രി രാധയുടെ വീട്ടിലെത്തുകയും ആ കുടുംബത്തോട് സംസാരിക്കുകയും അവരോട് കാര്യങ്ങൾ ആരായുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം തിരികെ പോവുകയും ചെയ്തു. ഇപ്പോൾ ബേസ് ക്യാമ്പിലേക്കാണ് പോയിരിക്കുന്നത്. അതിനുശേഷം പരിക്കേറ്റ വനവകുപ്പ് ഉദ്യോഗസ്ഥൻ ജയസൂര്യയെ കാണാൻ ആശുപത്രിയിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജോഷ്ലിയാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്.